ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. എങ്ങോട്ട് പോവുകയാണ് യേശു ക്രിസ്തു? യെരുശലേമിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ എവിടെ കൂടെ കടന്നു പോവുകയാണ്? ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി. ശ്രദ്ധിക്കുക, അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതിനകത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആമേൻ, പ്രത്യേകിച്ച് ആരും പോകാത്തൊരു വഴിയാണ് ഈ ഒരു വഴി. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആരും ഈ സ്ഥലത്തൂടെ എന്ത് ചെയ്യാറില്ല? പോകാറില്ല. എന്തുകൊണ്ട് പോകാറില്ല? അതൊരു ചോദ്യമാണ്. ആമേൻ. അതിൻ്റെ ഉത്തരം ഞാൻ താഴോട്ട് പറയാം. ആമേൻ. ശ്രദ്ധിക്കണം. അപ്പോൾ യേശു പരസ്യ ശുശ്രൂഷ വേളയിൽ, ആമേൻ, യേശു ആരും പോകാത്ത വഴികളിൽ ആര് പോകാറുണ്ടോ? യേശു പോകാറുണ്ട്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഗദരദേശത്ത് ആരും പോകാറില്ല. ബൈബിൾ പറയുന്നു ആ വഴി ആരും നടക്കാറില്ല. പക്ഷേ ആ വഴി ആര് നടന്നു? യേശു നടന്നു. ആമേൻ. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, കർത്താവ് എല്ലാവരും പോകുന്ന വഴിയിലല്ല പോകുന്നത്. പലരും എത്തിപ്പെടാത്ത, പലരും കാല് ചവിട്ടാത്ത, പലരും എത്താത്ത പലയിടത്തും യേശു കാല് ചവിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിനകത്തൊരു വിടുതൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ഈ വൈകിയ സമയത്ത് ഇതിനകത്ത് നിങ്ങളോട് പറയുകയാണ്, ആമേൻ, പലർക്കും കാൽ ചവിട്ടാൻ കഴിയാത്ത, ആമേൻ, പല മേഖലകളും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ്, ആമേൻ, നിങ്ങളിലൂടെ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. കാൽ ചവിട്ടിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ചില ദൈവപ്രവൃത്തികൾ നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. അപ്പോൾ ബൈബിൾ പറയുന്നു, യേശു യെരുശലേമിലേക്ക് പോകുമ്പോൾ ഗലീലയ്ക്കും, ആമേൻ, ഈ ശമര്യയ്ക്കും ഇടയിലൂടെ കടന്നു പോവുകയാണ്. ഇടയിലൂടെ. അപ്പോൾ ഇടയിലൂടെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു ഭാഗം, അതിനകത്ത് ആരും കടന്നു പോകാത്തൊരു വഴിയാകാൻ കാരണമെന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് ബൈബിൾ പറയുന്നു. ആമേൻ. ശ്രദ്ധിക്കാം. ഈ ഗലീലയും ശമര്യയും രണ്ടും രണ്ട് പട്ടണങ്ങൾ. ഇപ്പൊ ഇത് ഗലീല എങ്കിൽ ഇത് ശമരിയ പട്ടണം. ആമേൻ. ചിന്തിക്കുക, ഇത് ഗലീല പട്ടണമെങ്കിൽ ഇത് ശമരിയ. അപ്പൊ ഇവരുടെ ഒരു പട്ടണം ഇങ്ങനെ കിടക്കുന്നു, ഇത് ഗലീല പട്ടണം ഇങ്ങനെ. ഇവരുടെ ഇടയിലൂടെ എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം ഇതാണ്, ഗലീലയുടെയും ശമരിയുടെയും നടുവിലൂടെ. ആമേൻ. അപ്പോ ഇത് രണ്ടിന്റെയും അതിരാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നത്, രണ്ടിന്റെയും എന്തുവാണ്? അതിരാണ്. ആമേൻ. രണ്ട് പട്ടണങ്ങളുടെയും അതിരാണ്. അപ്പൊ ബൈബിൾ പറയുന്നു, ഇത് രണ്ടിന്റെയും ഇടയിലൂടെ ആര് കടന്നു പോവാണ്? യേശു. ആമേൻ. അപ്പോൾ സാധാരണ എടുത്തു പറയാനുള്ള കാരണമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ എല്ലാവരും അതുവഴി കടന്നു പോകാറില്ല. കാരണം അവിടെ പാർക്കുന്നവരത്ര നല്ലവരല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ആമേൻ. യേശു ഇതിന്റെ ഇടയിൽ കൂടി കടന്നു പോകാൻ മനഃപൂർവ്വമായിട്ട് കടന്നു പോവുക. കാരണം എന്തെന്നറിയാമോ? ആമേൻ. ആരും ചെല്ലാത്ത വഴിയാ. ആമേൻ. ആരും സഹായിക്കാനില്ലാത്തൊരു കൂട്ടർ ഈ രണ്ട് പട്ടണങ്ങളുടെയും ഇടയിൽ കിടക്കുന്നുണ്ട്. ആരും കൈ കൊടുക്കാത്തൊരു കൂട്ടർ ഈ രണ്ട് പട്ടണങ്ങളുടെയും ഇടയിൽ കിടക്കുന്നുണ്ട്. ഈ ആമേൻ ശമര്യരുടെയും ഗലീലയുടെയും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരിങ്ങനെ കിടക്കുന്നുണ്ട്. അവരാരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബൈബിൾ പറയുന്നു, അപ്പൊ ഇവർ ഉണ്ട് എന്ന് യേശുവിന് അറിയാമായിരുന്നിട്ട് തന്നെ യേശു എന്ത് ചെയ്യുന്നു? ഇവരെ കാണുവാൻ ഇവരുടെ ഈ അടുത്തേക്ക്, അല്ലെങ്കിൽ ഇവർ കിടക്കുന്ന വഴിയിലൂടെ യേശു കടന്നു പോവുക. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആരും സഹായമില്ലാത്ത, ആർക്കും വേണ്ടാത്ത, എല്ലാവരും തള്ളപ്പെട്ട വ്യക്തികൾ എവിടെയുണ്ടോ അവിടെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? അവരെ കർത്താവ് കരം കൊടുത്ത് പിടിച്ചെഴുന്നേൽപ്പിച്ച കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ദൈവം അങ്ങനെയുള്ളവരുടെ അടുക്കൽ കർത്താവ് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങളോട് പറയാ, പലപ്പോഴും നമ്മളെ കൈ പിടിക്കാനോ കൈ താങ്ങുവാനോ ആരുമില്ലാത്ത ഇടത്ത് യേശു നമ്മുടെ ഭവനത്തിൽ വന്നത് കൊണ്ടല്ലേ ഇന്ന് പകൽ നമ്മളും ഈ ബലത്തോടിരിക്കുന്നത്. സന്തോഷമുള്ളവർ കരമടിച്ച് ആ ദൈവത്തിനൊരു നന്ദി പറയട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്ത് ആ ദൈവത്തിന് നന്ദി പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഈ വേദപുസ്തകം പറയുവാണ്, ഈ ആരും കൈ കൊടുക്കാത്തൊരു ജനറേഷൻ അവിടെ ഉണ്ട്. ആർക്കും വേണ്ടാത്തൊരു തലമുറ അവിടെ ഉണ്ട്. അവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, അതുവഴി യേശു നടക്കുമ്പോൾ 10 കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ട് വന്നു. അല്ലേ? കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ. ശ്രദ്ധിക്കുക. പലരും അതുവഴി പോകാത്തതിന്റെ കാരണം അവിടെ കുഷ്ഠരോഗികളായവർ നിറച്ചു കിടക്കുവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗികൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ?
ആ രോഗം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. പല ശരീരങ്ങളിലും അഴുകിപ്പോകുന്ന വിരലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനെയുള്ള പല അനുഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. മരുന്ന് പോലും ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സമയമാണ് ഈ കുഷ്ഠരോഗം. അപ്പോൾ ഈ കുഷ്ഠരോഗം എന്ന് പറയപ്പെടുന്നതിന് ജനം ഒരുപാട് ഭയപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മരുന്നില്ല. ഇനി യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലഘട്ടത്ത് പഴയ നിയമപ്രമാണത്തിനകത്ത് മോശ പറയുന്ന കൽപ്പനകളാണ് കുഷ്ഠരോഗത്തിന് അത് നോക്കണം ആ കാലഘട്ടത്തെ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞുതരാം, ഒരു മനുഷ്യന് കുഷ്ഠരോഗം ബാധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് ഭാര്യ കാണും, ചിലപ്പോൾ പിള്ളേര് കാണും, കുടുംബം കാണും, ആരുണ്ടായിരുന്നാലും കുഷ്ഠരോഗമാണ് എന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ, തെളിയപ്പെട്ടാൽ പിന്നെ അവന് വീട്ടിൽ കിടക്കാനുള്ള അനുവാദമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ശ്രദ്ധിക്കുക, അവൻ എവിടെ കിടക്കാൻ അനുവാദമില്ല? വീട്ടിൽ കിടക്കാനുള്ള അനുവാദമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാ? മോശയുടെ പ്രമാണം അനുസരിച്ചാണ് ആ കാലഘട്ടത്ത് ഈ രോഗത്തെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രമാണം അനുസരിച്ച് ഇന്നാണെങ്കിലോ ഒരു രോഗം നിശ്ചയിക്കുന്നത് പുരോഹിതനല്ല, അല്ലെങ്കിൽ പ്രമാണമല്ല. ഇന്നൊരു രോഗം നിശ്ചയിക്കുന്നത് ഡോക്ടറാണ്, അല്ലേ? ഡോക്ടർ പറയും. നമ്മളിപ്പോൾ ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് അവൻ നസറേത്തുകാരനായ യേശുവാ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഇതിൻ്റെ മേൽ മരുന്നുണ്ടായിരുന്നെങ്കിൽ ഇവരെ തെരുവിൽ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. ഒരു വൈദ്യൻ ആ കാലഘട്ടത്തിൽ മരുന്നുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ കുഷ്ഠരോഗികളായി ഒരു വീട് വിട്ട് ഇറങ്ങേണ്ടി വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ സ്വയമേ തന്നെ ഈ രോഗിയാണെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ഈ നിയമം അനുസരിച്ച് അവർ പാളയത്തിന് പുറത്തു പോവുക. പക്ഷേ ബൈബിൾ പറയുന്നു ഇവർക്ക് ഇനി വൈദ്യന്മാരിൽ പ്രതീക്ഷയില്ല, ഇനി ലോകത്തിലെ ഡോക്ടർമാരിൽ പ്രതീക്ഷയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇന്ന് വേണ്ട ആരും വരാത്ത വഴിയിലൂടെ നസറേത്തുകാരനായ യേശു വരികയാ. അവർക്കൊരു കാര്യം പിടികിട്ടി, യേശു വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ യേശുവിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ ഒരു വിളി വിളിച്ചു, യേശു നായക, ഞങ്ങളോട് കാരുണ തോന്നണം. ആത്മാവിൽ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറയുക, ആ വിശ്വാസം ഇതിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് വിശ്വാസത്തെ ദൈവം മാനിക്കാൻ പോവുകയാ. യേശുവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന് പകൽ സ്വർഗം പറയുന്നു, നീ ചോദിച്ച വിഷയത്തിന്റെ മറുപടി സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ തയ്യാർ. ഇവർ പറയുക, യേശു നായക, ഞങ്ങളോട് കാരുണ തോന്നണം. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ 10 പേരും കൂടെ അകലെ നിന്ന് വിളിക്കുക, ഞങ്ങളോട് കരുണ തോന്നണം. ഒരു കാര്യം ഉറപ്പിച്ചു, കയ്യിൽ മരുന്നില്ലാത്തതാ, കയ്യിൽ മരുന്നില്ലാതെയാ നസ്രേത്തുകാരൻ വരുന്നതെന്ന് 10 പേർക്കും അറിയാം. കാരണം നാട്ടിൽ പാട്ടാം നസ്രേത്തുകാരനെ ചൊല്ലി. പലരും പറയുന്നു തച്ചൻ കൊച്ചനാണ്, ചിലർ പറയുന്നു മറിയുടെ മോന, ചിലർ പറഞ്ഞു ജോസഫിന്റെ മോന, ചിലർ പറയുന്നു മരിച്ചുപോയി ഏതാണ്ടോ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുക. അടുത്ത് കുറെ പേര് പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. പല പേരുകളിൽ അറിയപ്പെടുമ്പോഴും 10 പേര് പറയുന്നു ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, ഞങ്ങളോട് കരുണ കാണിക്കാൻ കരുത്തുള്ളവനാ ഈ വഴിയിലൂടെ നടന്നു വരുന്നത്. ഇന്ന് പകരം നാടെന്തും പറയട്ടെ, നാട്ടുകാരെന്തും പറയട്ടെ, നിനക്കുറപ്പുണ്ടോ യേശു എന്നോട് കരുണ കാണിക്കുമെന്ന്? ഈ ഉറപ്പ് നിന്റെ കൊണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ വന്നതുപോലെ പോകത്തില്ല. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് പകല മഹത്വം വെളിപ്പെടട്ടെ, ഇന്ന് പകല മഹത്വം വെളിപ്പെടട്ടെ, ഇന്ന് പകല മഹത്വം വെളിപ്പെടട്ടെ. നിനക്കുറപ്പുണ്ടോ ഇന്ന് പകലിലെ മഹത്വം വെളിപ്പെട? യേശുവിന്റെ മഹത്വം ഈ പകൽക്കാലം ചലിക്കട്ടെ. In the mighty name of Jesus. യേശുവിന്റെ നാമത്താൽ ജയ. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. പലർക്കും പല വിശ്വാസമാ. ചില പറഞ്ഞു അവൻ തച്ചൻ കൊച്ചൻ, ആശാരിപ്പണി ചെയ്യാനുള്ള ഉളിയും ചുറ്റിലൊക്കെ കാണത്തുള്ളൂ. പക്ഷെ എന്തോ കുഷ്ഠരോഗികൾക്കൊരു വരെ ഉറപ്പായി, വൈദ്യൻ എന്നല്ല, അവൻ ദൈവപുത്രനാ. ഇതിന്റെ മേൽ തീരുമാനമെടുക്കാൻ
ഇതിനൊരു പരിഹാരം തരുവാൻ കഴിവുള്ളവനാ ഈ പട്ടണത്തിന്റെ നടുവിലൂടെ കടന്നു വരുന്നതെന്ന് ഇവർക്കൊരു ഉറപ്പുണ്ട്. ഇന്ന് പകൽ നിന്റെ വിശ്വാസം യേശുവിൽ പൂർണ്ണമായി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി തെരുവിൽ കിടക്കേണ്ടി വരത്തില്ല. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ അവസ്ഥയെ മാറ്റി വിളിച്ച് വീട്ടിനകത്തേക്ക് പാർപ്പിക്കുവാൻ കരുത്തുള്ള ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി തെരുവിൽ കിടക്കേണ്ടി വരത്തില്ല, ഇനി വീട് വിട്ട് പുറത്തു പോകേണ്ടി വരത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയ, ദൈവത്തിന്റെ കൃപ ഇന്ന് പകല് ഹോളിനകത്ത് ചലിക്കട്ടെ. ഇന്ന് പകല് ഹോളിനകത്ത് ചലിക്കട്ടെ. ഒരു അഭിഷേകത്തിന്റെ കര ഇതിനകത്ത് ചലിക്കട്ടെ. Right now receive the power. In mighty name of Jesus. Hallelujah. Laba Shantana Regal Kamana Vaishas Braudi Virigataga Regal Kamana Gatagasi. Amen. We 10 പേരും കൂടെ വിളിക്കുക, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണം. ആമേൻ. ബൈബിൾ എന്നാ പറയുന്നത്? അവൻ അവരെ കണ്ടിട്ട് അല്ലേ ഉറക്കെ വിളിച്ച് ഉറക്കെ പറയുവാണ് ഞങ്ങളോട് കരുണയുണ്ട്. 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. ഈ 10 കുഷ്ഠരോഗികളുണ്ട്. യേശു ആരെയും കൈവച്ചില്ല. അച്ചോ ഇല്ല. ഈ അകലെ നിന്നിട്ടായി ഇവർ വിളിക്കുന്നത്, യേശു നായക ഞങ്ങളോട് അകലെ നിന്ന് വിളിച്ചാലും അടുത്ത് വന്ന് വിളിച്ചാലും വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം മറുപടി പറയും. ദൂരത്തിൻ്റെതല്ല വിഷയം. ആമേൻ. ലൈവിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, അകലമല്ല വിഷയം. ആമേൻ. നിന്റെ വിശ്വാസം റെഡിയാണെങ്കിൽ, നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ, ആമേൻ, ഞായറാഴ്ചത്തേക്ക് മാറ്റി വെക്കത്തില്ല. ഇന്ന് ശനിയാഴ്ചയിൽ ദൈവം ചില വിടുതലുകളെ പ്രഖ്യാപിക്കാൻ പോകുക. നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ദൈവമല്ല, ഇന്ന് രാത്രി ഈ വൈകിയ സമയത്ത് നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ദൈവം ശക്തൻ. അത് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. പരിശുദ്ധാത്മാവേ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരെ തൊടട്ടെ, വിശ്വസിക്കുന്നവരെ തൊടണമേ, വിശ്വസിക്കുന്നവരെ തൊടണമേ. ഓ റിബല ഹദല ജലഘടക ലക ദുരമനഘടക ഷൈഡ പ്രൗഢി വിരിഘടക രക്ഷസ്കമനഘടകസി. യേശുവിൻ നാമത്തിൽ ജയ. 10 പേര് കിടക്കുന്നിടത്തേക്ക് യേശു ഇങ്ങനെ നടന്നു വരിക. ഇനി എൻ്റെ ചിന്ത, യേശുവിന് വേറെ വഴിയുണ്ട് പോകാൻ, പക്ഷെ യേശു ഇതുവഴിയേ പോകാൻ തീരുമാനിച്ചു. ആർക്ക് വേണ്ടി? തകർന്ന കുടുംബമുണ്ടായിട്ടും കയറാൻ കഴിയാതെ, കുടുംബമുണ്ടായിട്ടും വെളിയിലാക്കപ്പെട്ട 10 പേർക്ക് വേണ്ടി യേശു അതുവഴി പോവുകയാണ്. ഗദരദേശത്ത് യേശു എന്തിനു പോയി? വേറെ വഴിയില്ലാഞ്ഞിട്ടല്ല, ഒരു കാര്യവുമില്ല. ആമേൻ. പിന്നെ ഒരുത്തനെ മാത്രം തേടിപ്പോയി. ആരെ? ലഗ്യോൻ ബാധിച്ചവനെ സൗഖ്യമാക്കാൻ. ഇന്ന് രാത്രിയിൽ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. അവിടെ ചെന്നു, കാല് വെച്ചു, ലഗ്യോനെ സൗഖ്യമാക്കി. യേശു വള്ളത്തിൽ കയറി തിരിച്ചുപോയി. ആരും പോകാത്ത ഇടത്തിന്റെ കർത്താവ് പോകുന്നത് ചിലതിനെ രക്ഷിക്കാൻ വേണ്ടിയാ. പലരും കൈവിട്ടടുത്തിന്റെ യേശു വരുന്നത് ചിലതിനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ആർക്കും വേണ്ടാത്തതിന് യേശുവിന് വേണം. ആർക്കും വേണ്ടാത്തതിന് യേശുവിന് വേണം. ഉറ്റവർ കൈവിട്ടോ, ഉടയവർ കൈവിട്ടോ, വൈദ്യന്മാർ കൈവിട്ടോ, കുടുംബം കൈവിട്ടോ, കൂടപ്പിറപ്പ് കൈവിട്ടോ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അത് വിശ്വസിക്കുന്നവരോട് ആത്മാവ് ഇടപെടുകയാ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. Come on. Yes, the holy fire of God. In the name of Jesus. പൈശാചിക നിനക്കെതിരെ വാദിക്കുന്നു, പൈശാചിക തലങ്ങൾ നിനക്കെതിരെ വെല്ലുവിളിക്കുന്നു. പക്ഷെ സ്വർഗ്ഗം വിട്ടുകൊടുക്കത്തില്ല. മരണം നിനക്കെതിരെ വെല്ലുവിളിക്കുന്നു, മരണശക്തികൾ നിനക്കെതിരെ വാദിക്കുന്നു. എന്നാൽ യേശു പറയുന്നത് വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ഭവനത്തിൽ യേശു ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിൽ യേശു ഇറങ്ങി വരും. നിന്റെ വീട്ടിൽ യേശു ഇറങ്ങി വരും. Come on.
ലാബാശകേറിയ ലാബശന്തന റീഗൽ പ്രൗഢിബിരിഗടക അടക ക്ഷമനഗടകസെ അത്തിനാരകൾ കമനഗടകസെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആരുടെ ദൈവാത്മ പറയുന്നു, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. എന്നും പുറത്താക്കപ്പെട്ട പാളയത്തിന്റെ പുറത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും നിയമം കൊണ്ട് ഒതുക്കി വെച്ച നീ ഒതുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, നസ്രായൻ ഒരു ദിവസം നീ ഇരിക്കുന്നിടത്തുകൂടെ സഞ്ചരിക്കാൻ തീരുമാനിക്കുക, നീ പാർക്കുന്നിടത്തുകൂടെ വരാൻ പോവുക. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയട്ടെ, അത് നിന്റെ വിടുതലിന്റെ ദിവസമാണ്, അത് നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരോട് സ്വർഗം പറയുന്നു, അതിന്ന് ശ്രേഫലിക്കട്ടെ. Oh, Holy Spirit. Hallelujah. Laba shantana rakshaskamana hatal proudibiri gatagase. Amen. കർത്താവ് പറയുന്നു, ഈ 10 പേരോടും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിക്കാൻ പറഞ്ഞു? പുരോഹിതന്മാർക്ക് കാണിക്കണം. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്കൊരു റോളുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ വൈദ്യനേക്കാൾ നല്ല റോള് പുരോഹിതന്മാർക്കുണ്ട്. ഇവർ 10 പേര് രോഗികളല്ലേ, കുഷ്ഠരോഗി എന്നല്ലേ പറയുന്നേ, രോഗിക്ക് ആവശ്യം വൈദ്യനല്ലേ. പക്ഷെ രോഗികളോട് യേശു പറയുക, വൈദ്യനല്ല കാണിക്കേണ്ടത്, പിന്നെ ആരെ കാണിക്കണം? പുരോഹിതനെ കാണിക്കണം. അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾക്ക് വീട്ടിലോ നാട്ടിലോ കയറണമെങ്കിൽ പുരോഹിതൻ പറയണം. ഒരു ഹല്ലേലൂയ പറ. യേശുവിനറിയാം ഞാൻ അവരെ സൗഖ്യമാക്കി എന്നത് യേശുവിന് ഉറപ്പാണ്. പക്ഷെ ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ സമൂഹം കേട്ടത്തില്ല. കാരണം പഴയ പ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിയാണെന്ന് കണ്ടുപിടിക്കുന്നതും തീരുമാനിക്കുന്നതും പുരോഹിതന്റെ ജോലിയാണെങ്കിൽ അവൻ സൗഖ്യമായോ ഇല്ലയോ എന്നും കണ്ടു പറയുന്നത് ആരാ? പുരോഹിതനാണ്. എങ്കിലേ ജനം അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിക്കണം? പുരോഹിതന്മാർക്ക് കാണിക്കണം. ഒരു ഹല്ലേലൂയ പറ. ചിലതൊക്കെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് കാണിക്കാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അല്ലേ, നമ്മളെ തന്നെ കൊണ്ട് ഇവിടെ കാണിക്കണം, പുരോഹിതന്റെ അടുത്ത് കാണിക്കണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്നോട് പറഞ്ഞൊരു ആശയം ഇതാണ്: ആരാണോ നിന്നെ ബലഹീനൻ എന്ന് പറഞ്ഞ് പുറം തള്ളിയത്, ആദ്യമായിട്ട് നീ അവിടെ തന്നെ തിരിച്ചു പോയി നിന്നെ ഒന്ന് കാണിക്കുക. ഹല്ലേലൂയ. നിന്നെ ഭ്രഷ്ടെന്ന് കൽപ്പിച്ച് പുറത്താക്കിയവരുടെ മുൻപിൽ കർത്താവ് നിന്നെ കൊണ്ടു നിർത്താൻ പോവുക. സൗഖ്യമായാൽ ആദ്യം ഫോൺ വിളിച്ചു പറയേണ്ടത് വീട്ടിലല്ലേ. പക്ഷെ യേശു പറയും, അല്ലടാ, നീ രോഗിയാണെന്ന് വിധിച്ച് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ചിലരുണ്ട്, അവിടെ തന്നെ നീ കൊണ്ടുപോയി നിന്നെ കാണിക്കുക. എന്തിന്? അവർ തന്നെ പറയണം നിന്റെ ചരിത്രം മാറിയെന്ന്, അവർ തന്നെ പറയണം നിന്റെ വിധികൾ മാറിയെന്ന്. പരിശുദ്ധാത്മാവ് ആരുടെക്കോ ഇതിനകത്ത് പറയുന്നു, നിന്നെ വിധിച്ചവരുടെ വായു കൊണ്ട് ചിലതിനെ തിരിച്ചു വിളിക്കാൻ നിന്നെ വിധിച്ചവന്റെ അവൻ നാവ് കൊണ്ട് തന്നെ നീ സൗഖ്യമായെന്ന് പറയാൻ, നീ വിടുവിക്കപ്പെട്ടെന്ന് പറയാൻ ഇന്ന് സ്വർഗം താല്പര്യപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയ. നിന്നെ വിധിച്ചവരുടെ മുമ്പിൽ തന്നെ കർത്താവ് കൊണ്ട് നിർത്താൻ പോവുക. നീ ഇനി വീട്ടിൽ പാർക്കണ്ടെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ തന്നെ കർത്താവ് നിന്നെ കൊണ്ടുവന്ന് നിർത്താൻ പോവുക. എത്ര പേർക്കത് വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരാണോ നിന്നെ കളിയാക്കിയത്, ആരാണോ നിന്നെ പരിഹസിച്ചത്, ആരാണോ നിന്നെ ഭ്രഷ്ടെന്നും വിടക്കെന്നും പറഞ്ഞ് പുറം തള്ളിയത്, യേശു പറയുക, അവന്റെ അടുക്കൽ തന്നെ നീ നിന്നെ തന്നെ കൊണ്ടുപോയി കാണിക്കുക. ഇന്ന് പകൽ അത് കഴിഞ്ഞ് മതി വീട്ടിൽ കയറുന്നത്. കാരണം വിധിച്ചവന്റെ വിധി തിരുത്തപ്പെടണം. ഇന്ന് പകൽ ഭൗതികമായ ചില വിധികൾ തിരുത്തപ്പെടാൻ പോകുക. സാധാന്യ മണ്ഡലങ്ങൾ വിധിച്ചിട്ടേക്കുന്ന വിധികൾ തിരുത്തപ്പെടാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് രക്ഷയില്ലെന്ന്, നിന്റെ കുടുംബത്തിനകത്ത് ഉയർച്ചയില്ലെന്ന് നിന്നെ കുറിച്ചിട്ടിരിക്കുന്ന ചില വിധികളില്ലേ, ഇന്നത് തിരുത്തപ്പെടാൻ പോവുകയാണ്. യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിന്റെ കുടുംബത്തിനകത്ത് തലമുറകൾ രക്ഷപ്പെടുകയില്ലെന്ന്, കുടുംബനാഥൻ രക്ഷപ്പെടുകയില്ലെന്ന്, നിനക്കൊരു ഉയർച്ചയില്ലെന്ന് വിധിച്ച ചില വിധികളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ തിരുത്തുവാൻ ആ വിധിച്ചവന്റെ നാവിന് ഇന്ന് പകൽ ദൈവം ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്.
യേശുവിന്റെ നാമത്താൽ ജയം. Regal proud managadago rakshaska managadago shaida proud birigadago say hallelujah. Amen. ആരാ വിധിച്ചേ? പുരോഹിതനാ പറഞ്ഞ നിങ്ങൾ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കുഷ്ഠരോഗമാ, നിങ്ങൾ കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു. ആരാ പറഞ്ഞു? പുരോഹിതൻ പറഞ്ഞു. ആമേൻ. കർത്താവ് പറഞ്ഞു അതേ പുരോഹിതന്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണം. ഇനി നിങ്ങളോടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും? ആദ്യം നോക്കുന്നത് ശരീരത്തിലായിരിക്കും. കുഷ്ഠരോഗം എവിടാണോ നിങ്ങളുടെ ശരീരത്തിൽ പിടിപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് നിങ്ങൾ നോക്കും. ഇത് സൗഖ്യമായോ? ഇത് മാറിയോ? ഇത് വിടുവിക്കപ്പെട്ടോ? ചെന്നാൽ ഇനി കല്ലെറിയാതെ എന്നെ വിളിച്ച് കയറ്റുവോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്ത നമ്മുടെ അകത്ത് വരും, അല്ലേ? എന്നാൽ ഈ 10 കുഷ്ഠരോഗികൾ ബൈബിൾ പറയുന്നു. യേശു എന്നാ പറഞ്ഞ? നിങ്ങൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കണം? പുരോഹിതന്മാർ കാണിച്ചു കൊടുക്കണം. ഈ 10 പേരും കൂടെ എന്നാ ചെയ്യുന്നറിയാമോ? സൗഖ്യമായോ ഇല്ലയോ എന്ന് നോക്കിയില്ല. പിന്നെ യേശു പറഞ്ഞത് അപ്പാടെ അനുസരിക്കുക. ഭ്രഷ്ട് കൽപ്പിച്ച് ഞങ്ങളെ വെളിയിലാക്കിയെന്നത് സത്യമാണ്. ഈ 10 പേരും കൂടെ തീരുമാനിക്കാൻ ഞങ്ങൾ യേശു പറഞ്ഞതുപോലെ ഞങ്ങളെ പുറത്താക്കിയ പുരോഹിതന്റെ അടുത്ത് ഞങ്ങൾ കടന്നു പോകാൻ പോവുക. സൗഖ്യമായോ ഇല്ലയോ എന്നവർ നോക്കിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പറഞ്ഞത് യേശുവാണെങ്കിൽ കാര്യം നടക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, പറഞ്ഞത് യേശുവാണെങ്കിൽ, പറഞ്ഞത് കർത്താവാണെങ്കിൽ കാര്യം നടക്കും. എത്ര പ്രതികൂലമാണെങ്കിൽ പത്രോസിനറിയാം, വരിക എന്ന് വിളിച്ചത് യേശുവാണെങ്കിൽ ഈ കടലിലെ വെള്ളത്തിന്റെ പുറത്ത് ഞാൻ കാലു വച്ചാൽ നടക്കാൻ കഴിയും. യേശു പറഞ്ഞതെങ്കിൽ അസാധ്യങ്ങൾ ചിലത് സാധ്യമാകും. യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഇതിനകത്താരോട് പറയുന്നു, യേശുവ നിന്നെ വിളിച്ചതെങ്കിൽ നിനക്ക് പറ്റും. യേശുവ നിന്നോട് പറഞ്ഞതെങ്കിൽ അത് നടക്കും. മറ്റൊരു മനുഷ്യൻ പറയുന്ന പോലല്ല, മറ്റൊരു വ്യക്തി പറയുന്ന പോലല്ല. യേശുവ പറയുന്നതെങ്കിൽ അത് നടക്കും. ഹല്ലേലൂയ. ലാബാ ശാന്തന രക്ഷസ്കമനഘടക ഷൈഡ പ്രൗഢിബിരിഘടകസി. യേശുവാണ് പറഞ്ഞത് കൊണ്ട് 10 പേരും പറഞ്ഞു കുഷ്ഠരോഗ സൗഖ്യമായോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കിയില്ല. ബൈബിൾ എന്നാ പറയുന്നേ? അതിന് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്. 14 തന്നെ ഇങ്ങനെ പറയുന്നു, കാണിപ്പിൻ എന്ന് പറഞ്ഞു. അടുത്ത് പറയുന്നു, പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുവിൻ്റെ സൗഖ്യം എല്ലാവർക്കും കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ അതെന്നാ ഭാഷ? യേശു എല്ലാവർക്കും സൗഖ്യം എല്ലാവർക്കും കൊടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ബൈബിൾ പറയുന്നു പോകയിൽ തന്നെ യേശു അവരെന്ത് ചെയ്തു? ശുദ്ധരായി. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ വാക്ക് ആര് വിശ്വസിക്കുന്നോ അവർക്കാണ് എൻ്റെ സൗഖ്യം, വിശ്വസിക്കാത്തവന് ഇല്ല. യേശു പറഞ്ഞു നിങ്ങൾ പോയി കാണിക്കാൻ റെഡിയാണോ? അവർ പറഞ്ഞു ഞങ്ങളതാ പോകുന്നു. നമ്മളാണെങ്കിലോ സൗഖ്യമായിട്ടേ പോവത്തുള്ളൂ. അതുകൊണ്ടാണ് പലരും അങ്ങനെ തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. പക്ഷെ ഇവരങ്ങനല്ല. യേശുവാ പറഞ്ഞത് ഞങ്ങൾ പോവും, യേശുവാ പറഞ്ഞത് ഞങ്ങൾ ചെല്ലും. ആ വിശ്വാസമൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ആ ഭാഗം മൊത്തം വായിച്ചു. യേശു അവസാനം പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? അതിൻ്റെ 19 വാക്യം, എഴുന്നേറ്റ് പെക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? അതിൻ്റെ 19 കൊടുത്ത വാക്യം, എടാ എൻ്റെ കഴിവ് കൊണ്ട് നീ രക്ഷപ്പെട്ടെന്നല്ല, നിന്റെ വിശ്വാസം കൊണ്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുക, രോഗം എന്തുമാകട്ടെ, പ്രശ്നം എന്തുമാകട്ടെ, വിശ്വാസമുണ്ടെങ്കിൽ നീ വിശ്വാസത്താൽ സൗഖ്യം അനുഭവിക്കാൻ പോകുക. വിശ്വാസമുണ്ടെങ്കിൽ നീ വിശ്വാസത്താൽ വിടുവിക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവന് കർത്താവ് സൗഖ്യത്തെ കൽപ്പിക്കും. Oh, in the name of Jesus. Laba Shekenia. Regal Proudamanagadaga Rakshaskamanagadaga. വിശ്വാസമുണ്ടെങ്കിൽ. ആമേൻ. അപ്പോൾ ബൈബിളിൽ പോകയിൽ അവർ ശുദ്ധരായി തീർന്നു. കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ശുദ്ധി വന്നിട്ടല്ല പോയത്, യേശു പറഞ്ഞ വാക്കിൽ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നടക്കാൻ തുടങ്ങി. നടന്നു പോയപ്പോൾ ബൈബിൾ പറയുന്നു അവർ ശുദ്ധിയുള്ളവരായി തീർന്നു. ഞാൻ നിങ്ങളോട് എത്തേണ്ട ഇടത്ത് എത്തുന്നതിന് മുൻപ് കർത്താവ് നിന്നെ ശുദ്ധീകരിച്ചിരിക്കും.
കാണിക്കേണ്ടവന്റെ മുമ്പിൽ കാണിക്കുന്നതിന് മുമ്പ് കർത്താവ് ചെയ്യാനുള്ളത് ചെയ്തിരിക്കുക. ഇത് വിശ്വസിച്ച 10 പേര് സാക്ഷ്യമുണ്ടായി. വിശ്വസിക്കാത്തവർ ചിലപ്പോ ഇനിയും ആ തെരുവിൽ കിടക്കുന്നുണ്ടാകാം. എന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാ, ഈ ശനിയാഴ്ച വൈകുന്നേരം ഈ ശബ്ദത്തെ വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ വൈദ്യന് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് യേശു നിനക്ക് വേണ്ടി ചെയ്യാം. വൈദ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് യേശു നിനക്ക് വേണ്ടി ചെയ്യാം. ഓ റീമാന ശാന്തൽ കമനഗടക ഷൈഡ പ്രൗഢി ബിരിഗടകസി ഹല്ലേലൂയ. കർത്താവ് പറയാ, അസാധാരണമായത് ചെയ്യാൻ ദൈവത്തിന് അറിയാം. പക്ഷെ ഒന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറൻസ് സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഇത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം, വന്നതുപോലൊന്നും പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെയോ ചില ഡെസ്റ്റിനികൾ മാറാൻ പോവുക, ചില വിധികളൊക്കെ തിരുത്തപ്പെടാൻ പോകുക. ആരാലും പറ്റത്തില്ലെന്ന് പറഞ്ഞ പട്ടണത്തിന് പുറത്താക്കപ്പെട്ടെങ്കിൽ അവരെ പട്ടണത്തിനകത്തേക്ക് വലിച്ചു കയറ്റാൻ കരുത്തുള്ളൊരു നസ്രായൻ ആ വഴിയിലൂടെ നടക്കുക. ഇന്ന് ഈ ഹോളിനകത്തും പരിശുദ്ധാത്മാവ് പറയുന്നു, ആരാലും വിടിവിക്കപ്പെടാൻ കഴിയത്തില്ലെന്ന് വിധി പറഞ്ഞു വച്ചേക്കുന്ന ചിലതിന് തൊട്ട പട്ടണത്തിനകത്ത് കയറ്റി നിർത്താൻ ഇന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് വിശ്വസിച്ചാൽ അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുക. വിശ്വസിച്ചാൽ അത് ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുക. യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകല മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. എവിടേക്കോ ചില വിധികൾ മാറ്റി എഴുതപ്പെടാൻ പോകുക. രക്ഷപ്പെടേണ്ട ചിലതിനെ അവൻ സ്വർഗം ഇന്ന് പകൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിധികൾ തിരുത്തപ്പെടാൻ സമയമായി. ചില വിധികൾ തിരുത്തപ്പെടാൻ സമയമായി. ചില വിധികൾ തിരുത്തപ്പെടാൻ സമയമായി. ആത്മാവ് അതിശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില വിധികൾ തിരുത്തപ്പെടാൻ പോകുക. പലർക്കും കഴിയില്ല എന്ന് നിന്റെ തലമുറയെ നോക്കി പറയുമ്പോൾ, നിന്റെ കുടുംബത്തെ നോക്കി പറയുമ്പോൾ, ഇന്ന് പകലിൽ നസ്രായനിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. ചില വിധികൾ മാറാൻ പോവുകയാ. യെസ്, വിധിച്ചവരുടെ മുൻപിൽ തന്നെ ചില ചരിത്രങ്ങളെ മാറ്റി എഴുതാൻ ഇന്ന് ദൈവം ശക്തനാ. ആ മഹത്വം നിന്റെ മേൽ വരുന്നു. The holy fire of God. Laba shekeri yamtana. La prouda banagadaga. Regal kamanagadaga. In name of Jesus. വിധിച്ചവരുടെ നടുവിൽ തന്നെ ചില വിധികളെ മാറ്റി എഴുതാൻ. ഓ, ഇന്ന് പകലിൽ ഈ മഹത്വം നിന്നെ തൊടുന്നു. യേശുവിന്റെ മഹത്വം ഇന്ന് പകലിൽ നിന്റെ മേൽ വെളിപ്പെടുകയാ. വിധിച്ചവരുടെ മുൻപിൽ എന്റെ ദൈവം ചിലതിനെ തിരുത്തി എഴുതാൻ. കുടുംബത്തിനകത്ത് ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ സിസ്റ്ററെ. പലതും പരിഹാസങ്ങൾ കേട്ടിട്ട്, പല നിന്ദകൾ കേട്ടിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിൽക്കുന്ന നിന്നെ സ്വർഗം കാണുന്നുണ്ട്. ഈ പകൽ ആത്മാവ് ശക്തമായി പറയുന്നു, ചില വിടുതലുകൾ നിനക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ഇതുവരെ കണ്ടതല്ല, അവൻ പലരും കാണാത്ത, പലർക്കും അറിയാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാ. യെസ്, അതിനെ തടയാൻ ഒരു പൈശാചിക ശക്തികൾക്ക് കഴിയത്തില്ല. യെസ്, ചില വിധികൾ മാറാൻ പോവുക. ചില വിധികൾ മാറാൻ പോവുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിധികൾ മാറും. ആമേൻ. വൈദ്യന്മാർ കൽപ്പിച്ച വിധികൾ മാറാൻ പോകുകയാ. ലോകക്കാർ കൽപ്പിച്ച വിധികൾ മാറാൻ പോകുകയാ. നിന്നൊരു സാക്ഷ്യമാക്കി മാറ്റാൻ ഇന്ന് പക ദൈവത്തിന് താല്പര്യമുണ്ട്. വിശ്വസിക്കുന്ന നിന്റെ മേൽ ആ മഹത്വം വെളിപ്പെടാൻ പോവാ. Oh yes, fire of God. La prashekeri amtenia. Regal kamanagadaga shaida proudi virigadagusi. മഹത്വം തൊടുക.
മഹത്വം തൊടുക. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. ചില സൗഖ്യങ്ങൾ സംഭവിക്കാൻ പോവുക. ദൈവാത്മാവ് പറയുന്നു, ചില സൗഖ്യങ്ങൾ നിന്റെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടാൻ പോവുക. ഇൻ നെയിം ഓഫ് ജീസസ്. ആത്മാവിന്റെ തീ തൊടുന്നു. നിന്റെ ഉദരത്തിന്മേൽ ദൈവാത്മാവ് ചലിക്കട്ടെ. തൊടുക, ദൈവം തൊടുക. ചില കെട്ടുകളൊക്കെ പൊട്ടിപ്പോവാ സിസ്റ്ററെ. നിന്റെ ശരീരത്തിന്മേൽ അവകാശം പറയുന്ന ചില അശുദ്ധ സ്പിരിറ്റുകള് ഇന്ന് പകലിൽ ഞാനതിനെ പൊട്ടിക്കുന്നു. Now break it. Holy Spirit, Holy Spirit, Holy Spirit. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ലാബാ ശാന്തന റഗൽ കമനഗടക വൈശസ് ബ്രൗഡിബിരി ഗടക റഗൽ കമനഗടകസേ. ഇന്ന് പകല മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആ ദാസിയെ തൊടട്ടെ. നിന്റെ വിടുതൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ചില രോഗ ബലഹീനതകൾ നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് പകലത് ബ്രേക്ക് ആകുന്നു. യെസ്, യേശുവിന്റെ നാമത്തിൽ ചില രോഗശക്തികൾ ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ശാസിക്കുന്നു. ഫ്രീ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗിയാക്കി നിന്റെ സമ്പത്തിനെ ഒഴുക്കിക്കളയാൻ ശ്രമിക്കുന്ന ചില അശുദ്ധ സ്പിരിറ്റുകൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോവുക. ആ സ്പിരിറ്റ് അഴിയുന്നു. ഈ മകളുടെ ഉദരത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് നിന്റെ വയറിനെ ചുറ്റി കെട്ടിയിരിക്കുന്ന ചില സർപ്പശക്തികൾ അഴിയുന്നു. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ വിട്. ഇനി നിന്റെ കാശ് വൈദ്യന് കൊടുക്കേണ്ടതല്ല, നിന്റെ കുടുംബത്തിൽ പ്രയോജനപ്പെടേണ്ടതാ. റൈറ്റ് നൗ ഇപ്പോൾ രോഗാത്മാവിനെ ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ അതിനെ പുറത്താക്കുന്നു. വിട്ടുപോ. സ്പിരിറ്റ് അഴിയുന്നു യേശുവിന്റെ നാമത്തിൽ. ഫ്രീ ആകട്ടെ. ചില ഡെസ്റ്റിനികളൊക്കെ മാറാൻ പോവുക, ചില വിധികളൊക്കെ മാറാൻ പോവുക. നിരോഗിയായി ഒതുങ്ങണമെന്നൊക്കെ പിശാച് പറഞ്ഞെങ്കിൽ അതെല്ലാം പൊട്ടുക. ഇന്നു നിന്റെ വീട്ടിനകത്തോടെ നസ്രായിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. നീ ഇരിക്കുന്നിടത്ത് നസ്രായിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ലാബാ ശാന്തന റഗൽഖമന വൈശസ് ബ്രൗഡിബിരി ഘടക റഗൽഖമന ഘടകസി. ആ മഹത്വം നിന്നെ തൊടുക സിസ്റ്ററെ, മഹത്വം നിന്നെ തൊടുക. ലാബാ ഷെഖേ റിയാംതേനിയ. ചില വിധികൾ മാറുകയാണ്. പരിശുദ്ധന്മാർ വ്യക്തമായി സംസാരിക്കുന്നു. ചില വിധികൾ സിസ്റ്ററെ, ചില വിധികൾ മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ശക്തിയോടെ നിങ്ങൾ നോക്കി പറയുക. നിങ്ങളെക്കുറിച്ച് കുടുംബക്കാർ വിധിച്ചിരിക്കുന്ന ചില വിധികളുണ്ട്. ആ വിധിക്കകത്ത് നിങ്ങൾ ഒതുങ്ങത്തില്ല. ആ വിധി തന്നെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് ബന്ധനങ്ങളോ ഏത് ശക്തികളോ നിങ്ങൾക്ക് വിരോധമായി, ഇതിൻ്റെ ഭവനത്തിനും നന്മയ്ക്കും വിരോധമായി നിന്നാലും അതിൻ്റെ അകത്തുനിന്ന് കർത്താവ് നിങ്ങളെ വലിച്ചു പുറത്തു കൊണ്ടുവരും. കർത്താവ് നിങ്ങൾ കിടക്കുന്ന അടുത്തേക്ക് ഇറങ്ങി വരിക. യെസ്, നിങ്ങളിൽ നിന്ന് പലതും അപഹരിച്ചു കൊണ്ടുപോകാൻ പല ശക്തികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളെ പുറം തള്ളിയെങ്കിൽ കിടക്കുന്നിടത്തിന്റെ യേശു ഇറങ്ങി വരാൻ പോവുക. പുറം തള്ളിയെങ്കിൽ പാർക്കുന്നിടത്ത് നസ്രായൻ ഇറങ്ങി വരാൻ പോവുക. ഓരോ പൈശാചികനും നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ഓരോ പൈശാചിക സ്പിരിറ്റിനും നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ചില ഡെലിവറൻസിന്റെ ദിവസമാണ്. വന്ന് കയറിയ ചില ദുരാത്മ മണ്ഡലങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വിടാൻ പോവുക, നിങ്ങളുടെ കുടുംബത്തെ വിടാൻ പോവുക, നിങ്ങളുടെ സമ്പത്തിനെ വിടാൻ പോവുക, നിങ്ങൾ അനുഭവിക്കേണ്ട മണ്ണിനെ വിടാൻ പോവുക. വിട്ടുപോ. അതിപ്പോ പോകുന്നോ ശരീരത്തിൽ? യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അവരുടെ മണ്ണിന്മേൽ, അവരുടെ സമ്പത്തിന്റെ മേൽ, അവരുടെ ആരോഗ്യങ്ങളുടെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ, അവരുടെ എല്ലാ നന്മയുടെ മേലും കർത്താവ് വന്നു കയറുന്ന സകല സ്പിരിറ്റുകളെയും
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, come out. മാറിപ്പോ, മാറിപ്പോ, ആ സഹോദരി വിട്ട് മാറിപ്പോ, ആ ശക്തി മാറിപ്പോ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ശക്തി മാറിപ്പോ, മാറിപ്പോ, പോ. വിട 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 ശരീരം വിട 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 വിട. ആ കുടുംബത്തിലെ 4 പേരെ വിട്ടിട്ട് പോ, വിട്ടിട്ട് പോ, വിട്ടിട്ട് പോ, വിട്ടിട്ട് പോ. യേശുവിന്റെ നാമത്തിൽ വിട്ടിട്ട് പോ. നീ ശരീരം വിടാൻ പോവാ, ശരീരം വിടാൻ പോവാ, ആ ശരീരം വിടാൻ പോവാ, ശരീരം വിടാൻ പോവാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ സകല ബലത്തെയും ചവിട്ട വ്യതിക്കാൻ അധികാരത്തുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന സകല ദുർഭൂത കെട്ടുകളും ദേ അഴിഞ്ഞു പോകുന്നു. പറ, നീ ആര്? യേശുവിന്റെ നാമത്തിൽ right now, free in the name of Jesus. പരിശുദ്ധാത്മാവേ, ഇന്ന് പകലിൽ ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്യട്ടെ. കർത്താവ് പറയുന്നു, ചില വിടുതലുകളെ സ്വർഗം ഇതിനകത്ത് ചെയ്യുകയാണ്. കർത്താവ് വരും, ആർക്കും വേണ്ടാതെ ചില വിധികളെ തിരുത്തി എഴുതാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്, 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 വന്നിട്ടുണ്ട്. കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചില വിധികൾ തിരുത്തപ്പെടാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ലാഭാശാന്തന റക്ഷസ്കമ്പനിയാന്തന. ചില വിധികൾ തിരുത്തപ്പെടാൻ പോവുകയാണ്. ചില വിധികൾ തിരുത്തപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ചില വിധികൾ തിരുത്തപ്പെടാൻ പോവുകയാണ്. വിധികൾ തിരുത്തപ്പെടും. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ നീ തൊടണം. ലാഭാശഖന റിയാംധന. ബ്രദർ, വിധികൾ തിരുത്തപ്പെടും. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ തന്നെ ചില വീടുകൾക്കകത്ത് ചില ഡെലിവറൻസുകളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. യെസ് ബ്രദർ, ചില വിധികൾ തിരുത്തപ്പെടും. ചില വിധികൾ തിരുത്തപ്പെടും. നിന്റെ വീടിനെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ഇട്ടിരിക്കുന്ന ചില വിധികൾ കർത്താവ് ഈ ദിവസങ്ങളിൽ പറയുന്നു, അത് തിരുത്തപ്പെടാൻ പോവുകയാണ്. അത് പിശാച് പറയുന്നിടത്തല്ല നിൽക്കാൻ പോകുന്നേ. ലോകമോ കുടുംബമോ പറയുന്നിടത്തല്ല നിൽക്കാൻ പോകുന്നേ. കർത്താവ് ഈ ദിവസങ്ങളിൽ പറയുക, അത് നസ്രയൻ പറയുന്നത് പോലെ വരാൻ പോവുക. ലാഭാഷഖേനിയ. പ്രാർത്ഥിക്കൂ, ദൈവാത്മാവ് നിങ്ങളെ തൊടുക. യെസ്, ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഹോളി സ്പിരിറ്റ്, ഇൻ ദ മൈറ്റി നെയിം. ഞാനിത് പറയുമ്പോൾ തന്നെ പാരമ്പര്യമായി കിടക്കുന്ന ചില കെട്ടുകളും ബലഹീനതകളെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അതങ്ങ് ബ്രേക്കായി പോകുന്നു. വചനത്തിൻ്റെ ശക്തിയിൽ ചിലതെല്ലാം ബ്രേക്കാവുകയാണ്. റൈറ്റ് നൗ വിധികളെല്ലാം പൊട്ടി മാറട്ടെ. റൈറ്റ് നൗ വിധികളെല്ലാം പൊട്ടി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫയർ ഓഫ് ഗോഡ് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ കിടക്കുന്ന സകല വിധികളും ഓർമ്മണ്ടോ? ഹോളി സ്പിരിറ്റ് വെയിറ്റ് ലാബ്രാ ഷെക്കേറി കവറച്ചോ പൊട്ടട്ടെ. ഞാൻ ആ സ്പിരിറ്റിനെ അഴിച്ചു കളയുന്നു. നാട് പറയുന്ന പോലല്ല ഇനി അവന്റെ വീട്. നസ്രായൻ അതുവഴി ഇറങ്ങുക. സർപ്പശക്തിയെ ആ ശരീരം വിട്ടിട്ട്, കുടുംബം വിട്ടിട്ട് ശരീരത്തിൽ നിന്ന് ചിലതെല്ലാം വിട്ടു പോന്നു പോന്നു പോന്നു. അപ്പോൾ തന്നെ അഴിയപ്പെടുന്നു. അത് ശാപങ്ങൾ അഴിയുന്നു. ശാപങ്ങൾ അഴിയുന്നു. അഴിയുന്നു. അത് ശാപങ്ങൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ അഴിഞ്ഞു പോ. ഫ്രീ ആകട്ടെ. അവന്റെ വിവാഹം നടക്കണം. അവന്റെ വീടിനകത്ത് അനുഗ്രഹം ഉണ്ടാകണം. കർത്താവേ, ആർക്കും ചെയ്യാൻ കഴിയാത്തത് അങ്ങ് ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. അവൻ്റെ കുടുംബത്തിനൊരു ഉയർച്ച ഉണ്ടാകണം. ഈ സർപ്പശക്തികളെല്ലാം
ഒന്നും രണ്ടും ഒന്നും അല്ല, ലഗിയോനെ പോലെ ആയിരക്കണക്കിന് ശക്തികൾ അവനെ മോൻ്റെ കുടുംബത്തെ തെണ്ണിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ അങ്ങ് തന്ന അതോറിറ്റി കൊണ്ട് ഈ മകന്റെ മേൽ കിടക്കുന്ന സകല പൈശാചിക ശക്തികളെയും ഞാനതിനെ എന്നേക്കുമായി ഈ കുടുംബത്തിൽ നിന്ന്, ഇവനിൽ നിന്ന് ഞാനതിനെ വലിച്ചു പുറത്താക്കുന്നു. അവനൊരു ഭാവി ഉണ്ടാകണം, അവന്റെ കുടുംബം നിലനിൽക്കണം. ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് പിശാച് നീ വാദിക്കുന്നെങ്കിൽ തെറ്റി. നസ്രായൻ അവനെ പിടിച്ച് വീട്ടിൽ കയറ്റാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ in the mighty name of Jesus, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുക, ഈ മകന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ സ്പിരിറ്റുകളെയും ഇപ്പോൾ സർപ്പശക്തികളുടെ തലയെ ഞാൻ ചവിട്ടുന്നു. പാമ്പിന്റെ എല്ലാ സ്പിരിറ്റുകളും നാഗശക്തികളെല്ലാം ഞാൻ ചവിട്ടി മാറ്റുക. കർത്താവ് തന്ന അതോറിറ്റി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മകന്റെ മേൽ വ്യാപരിക്കുന്ന സകല നാഗസ്പിരിറ്റുകളെയും ഞാൻ അതിനെ ചവിട്ടി പാതാളത്തിലേക്ക് ഇതാക്കുന്നു. Now free. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ലാബാ ശാന്തന രക്ഷസ്കമന ഘടക ശൈഡ പ്രൗഢിബിരി ഘടകസി ഫ്രീ ആകട്ടെ. ഹോളി സ്പിരിറ്റ് ലാബാ ബാബാ ശകേറി യാംതന റീവക്ഷമന ഘടക ശൈഡ പ്രൗഢിബിരി ഘടകസി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിശക്തമായി ചെയ്തവരോട് പറയുന്നു, നസ്രായൻ ഇറങ്ങി വരിക. ചില ഡെലിവറൻസ് സിസ്റ്റർ, ചില വിടുതലുകൾ പരിശുദ്ധാത്മാ നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ചിലത് യേശുവിന് ചെയ്യാനുണ്ടെന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുക. ചിലർക്കൊന്നും പറ്റാത്തത് ഇന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. യെസ്. എന്ത് ചെയ്യുന്നു സിസ്റ്റർ? എന്തെങ്കിലും ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ? ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ വിഷയം? ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ നിങ്ങളെ കെട്ടിയിരിക്കും. ഞാനതാ കാണുന്നേ. മനുഷ്യന് ചെയ്യാനൊന്നുമില്ല, പക്ഷെ കർത്താവ് ഇന്ന് നിങ്ങളെ തൊടും. പ്രാർത്ഥിച്ചോ, കണ്ണട യേശുവേന്ന് വിളിച്ചോ. അപ്പാ, ഈ മകളെ ദൈവം തൊടണം. ജോലി പോലും ചെയ്യാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ തന്നെ കെട്ടിയിരിക്കുന്ന കെട്ട ഇപ്പോൾ ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഫ്രീ ആകട്ടെ. യെസ് യെസ് യെസ്. നിങ്ങളുടെ സ്പിരിറ്റുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് വിടട്ടെ. പല രോഗത്തിൻ്റെ ശക്തികളെ കൊണ്ടുവച്ച് നിന്നെ കെട്ടി ഒതുക്കാൻ ശ്രമിക്കുന്ന ചില അന്ധകാര ശക്തികൾ, ചില രോഗാത്മബന്ധനങ്ങൾ ശരീരം വിടുന്നു. പിടിച്ചോണേ. വിടുന്നു വിടുന്നു. യേശുവിന്റെ നാമത്തിൽ തൊടുന്നു. നിന്റെ തല മുതൽ കാല് വരെ ദൈവശക്തി വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു. നീ ഫ്രീ ആകാൻ പോവാ, ഫ്രീ ആകാൻ പോവാ. ഇപ്പോ സ്വതന്ത്രമാകും. നിനക്ക് സൗഖ്യം വെളിപ്പെടാൻ പോവാ. നിന്നെ കാണുന്നവർ ആശ്ചര്യപ്പെടുമാറൊരു സൗഖ്യം. പരിശുദ്ധാത്മാവേ, തൊടുകയാൽ നന്ദി. നാഡികൾ, ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശരീരം ഫ്രീ ആകട്ടെ. യേശു തന്നെ തൊട്ടിരിക്കുന്നു. പേരെന്നതാ? ആൻമേരി. നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ വരണം. ഇന്ന് ആദ്യമായിട്ടാണോ വന്നേ? ആദ്യമായിട്ട്. നിങ്ങളൊരു 3 മാസം പ്രാർത്ഥന മുടങ്ങരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ വരുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞവരുടെയും തള്ളിയവരുടെ കീഴിൽ നിങ്ങളൊരു സാക്ഷിയായി മാറും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവിന്ന് പകൽ
ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ ഇതിനകത്തുണ്ട്. എനിക്കറിയാം. ആരും വരാത്ത ഇടത്തൂടെ യേശു ഇറങ്ങി വരും. പലരും മടിക്കുന്ന സ്ഥലത്തുകൂടെ യേശു ഇറങ്ങി വരും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എൻ്റെ വീട്ടിൽ ആരും വരത്തില്ല, എൻ്റെ വീട്ടിൽ ആരും വരികയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ടാത്ത നിന്റെ വീട്ടിനകത്ത് യേശു ഇറങ്ങി വരും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. 5-10 മിനിറ്റ് ദൈവത്തോടൊന്ന് പറഞ്ഞേ, യേശുവേ തൊടണമേ, യേശുവേ എന്നെയും തൊടണമേ, യേശുവേ എന്നെ സൗഖ്യമാക്കണേ, യേശുവേ എന്നെ വിടുവിക്കണേ, ബന്ധനങ്ങളെ ദൈവം പൊട്ടിക്കണേ, ശാപങ്ങളെ അഴിക്കണേ. പറയാൻ പറ്റുന്നെങ്കിൽ അത് പറഞ്ഞോ. കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ തൊടുന്ന പകലാണ്. ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് നിങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. യെസ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില സബ്ജക്റ്റിൻ്റെ മേൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. മനുഷ്യനൊന്നും ചെയ്യാനില്ല, പക്ഷെ ചില നന്മകളുടെ വാതിലുകള് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു ബ്രദർ. ഇതിനകത്ത് നിന്ന് ഞെരുങ്ങുമ്പോഴും സ്വർഗം പറയുന്നു വിശാലമായ വാതിലുകള്, സാമ്പത്തിക വഴികള് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. പറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞു, എങ്കിലും ദൈവം പറഞ്ഞു ദൈവം വിശ്വസ്തനാണെന്ന്. ഒന്നുകൂടെ ദൈവം തെളിയിക്കാൻ പോവുക നിങ്ങളുടെ കുടുംബത്തിൽ. യെസ്, പ്രാർത്ഥിക്കാൻ പോലും പഴപ്പോലും മനസ്സില്ലാതെ പൈശാചികൻ നിങ്ങൾ കെട്ടുന്നു. ആത്മാവ് അതിശക്തമായി പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ ആ മകൾക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുകയാ. Now യേശുവേ ഞാൻ പ്രാർത്ഥിക്കുക, ഈ പകലിൽ ആ മകത്വം ഈ ദാസന് വേണ്ടി ചലിക്കട്ടെ. Take the power. Oh, the name of Jesus. കർത്താവേ, നിന്റെ മകത്വം വെളിപ്പെടണം, നിന്റെ സാന്നിധ്യം ഇറങ്ങണം. Oh, in name of Jesus. ഡെലിവറൻസ് നടക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഈ ശരീരത്തിന്റെ മേലും കുടുംബത്തിന്റെ മേലും വെല്ലുവിളിക്കപ്പെടുന്ന ചില രോഗ സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ I break it. Oh, shabababala karabasiyamthana regal kamanagadaga shaida proudi birigadagasi in mighty power. മകത്വം വെളിപ്പെടട്ടെ, മകത്വം വെളിപ്പെടട്ടെ. അശുദ്ധ മണ്ഡലങ്ങളെല്ലാം കുടുംബങ്ങളെ വിടട്ടെ യേശുവിന്റെ നാമത്തിൽ. In mighty name of Jesus. ഉടയപ്പെടേണ്ടത് ഉടയപ്പെടണം, അഴിയപ്പെടേണ്ടത് അഴിയപ്പെടണം. ഈ പകല മകത്വം വെളിപ്പെടണം. യേശുവേ, നിന്റെ മകത്വം ചലിക്കട്ടെ കർത്താവേ, നിന്റെ മകത്വം ചലിക്കട്ടെ കർത്താവേ. ഓ, മകത്വം ചലിക്കട്ടെ. ചില വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവാ. ഒരു പുതിയ ഉറവ തുറക്കുന്നത് പോലെ ഞാനൊരു കാഴ്ച കാണുക. ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു, ചില ഒരു പുതിയ ഉറവ വരണ്ട് കിടക്കുന്നിടത്ത് ഒരു ഉറവ തുറക്കുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു വിടുതൽ നിങ്ങളുടെ മേഖലയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആ ഉറവ ഇനി വറ്റിപ്പോകത്തില്ല. ഈ സീസണിൽ നടക്കുമോ എന്ന് നിങ്ങൾക്കൊരു സംശയമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു അത് കാഴ്ചയാലെ കാണാൻ പോവുക, കാണാൻ പോവുക, കാണാൻ പോവുക. കരത്തെ ഉയർത്തി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കരങ്ങളിൽ ആ നന്മ വരും. അത് ചില നന്മയെ കുറിക്കുന്നു. യേശുവേ, ഞാൻ ഈ ദാസന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. യെസ്, വരണ്ട നിലത്ത്, മരുഭൂമിയുടെ അകത്ത് ഈ ദാസന് വേണ്ടി തുറക്കട്ടെ. Right now, touch in the name of Jesus. തുറക്കട്ടെ, തുറക്കട്ടെ. ഓ,
വെളിപ്പെടുക നിങ്ങൾക്ക് വേണ്ടി. യെസ്, മഹത്വം വെളിപ്പെടുക. Take it the Holy തുറക്കട്ടെ. ദൈവാത്മാവ് തൊടുന്നു. ചില തടസ്സങ്ങൾ ബ്രേക്ക് ആകുന്നു. ചില തടസ്സങ്ങൾ പൊട്ടിമാറുക യേശുവിന്റെ നാമത്തിൽ. ചില തടസ്സങ്ങൾ മാറിപ്പോകുന്നു. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോളി ഫയർ. കർത്താവേ, മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ഡെലിവറൻസ് ദൈവം അയക്കട്ടെ. ബലത്തെ കൊടുക്കണം, സൗഖ്യത്തെ കൊടുക്കണം. ചില കുടുംബങ്ങളുടെയും ദേശത്തിന്റെയും ഒക്കെ കാവല ഈ ആണ്ടിലും ദൈവം അത് ചെയ്യിക്കട്ടെ. തന്റെ പ്രാർത്ഥന കൊണ്ട് പലതും നിലനിൽക്കുക. ശക്തമായ ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു. ഇനിയും ശത്രുവിന് വിട്ടുകൊടുക്കാതെ ചിലതിനെ പിടിക്കേണ്ട ദൗത്യമുണ്ടെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. യെസ്, എന്നെ കൊണ്ടെന്ത് കഴിയും? ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥന ചിലതിനെ പിടിച്ചു നിർത്തിയേക്കുക. ഹോളി സ്പിരിറ്റ്, ഇന്ന് പകൽ ആ ബലം സ്വർഗം നിങ്ങളുടെ മേൽ പകരുന്നു. Now, take it. Take it, the holy power. അറിയട്ടെ കർത്താവേ, നാവിൻ തുമ്പിൽ ഉച്ചരിക്കുന്ന ചില പദങ്ങൾ, ചില വ്യക്തികളുടെ പേരുകൾ, ചില കുടുംബങ്ങളുടെ പേരുകൾ പരിശുദ്ധാത്മാവേ നീ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് നിങ്ങൾ നിർത്തിയേക്കുക സിസ്റ്ററെ. കർത്താവ് നിങ്ങൾ നിർത്തിയേക്കുക. ദൈവത്തിന് ആവശ്യമുണ്ട്. ഓ റാബാബാ ഷെഖേറിയാം തേനിയ